Hello guys, welcome back to my kitchen countertop. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നോൺ വെജ് റെസിപ്പിയാണ്. അതായത് ബട്ടർ ചിക്കൻ ആണ്. ഇത് എങ്ങനെ നമുക്ക് പഞ്ചാബി സ്റ്റൈലിൽ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഏകദേശം 1/2 kg ചിക്കൻ ആണ്. ഇതിൻ്റെ ലെഗ് പീസ് മാത്രം ഞാൻ ഇങ്ങനെ ഒന്ന് വരഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മസാലകളൊന്ന് നന്നായിട്ട് പിടിക്കാനാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരു ചെറിയ നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. അത് മുഴുവനും എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ നാരങ്ങയായിരുന്നു. അപ്പോൾ അത് മുഴുവനോടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരുന്നത് അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. ഇത് ഞാൻ 1.5 ടീസ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൽ ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ആവശ്യമായിട്ടുള്ളത് നല്ല കട്ട തൈരാണ്. അത് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിന് നമ്മുടെ കൈ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ കൈ വെച്ച് നന്നായിട്ട് ഈ മസാലകളെല്ലാം നമുക്ക് ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഈ നമ്മൾ വരഞ്ഞ് വെച്ചേക്കുന്നതിനകത്തേക്കൊക്കെ നന്നായിട്ട് മസാല നമ്മൾ തൂത്ത് കൊടുക്കണം. അങ്ങനെ നന്നായിട്ടിത് നല്ലോണം ചിക്കനിലെല്ലാം കോട്ടാക്കി ഞാൻ മസാലകൾ തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ചിക്കൻ നമുക്ക് ഏകദേശം അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ആയി വന്നിട്ടുണ്ട്. അതിന് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു കടായി ഞാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ പീസുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ പീസുകളെല്ലാം കടായിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ 1 മിനിറ്റത്തേക്ക് ഫ്ലെയിം ഒന്ന് ഹൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള റീസൺ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ ചിക്കൻ മറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ മസാലകളെല്ലാം ആ സൈഡ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് മസാലകൾ ചിക്കനിലേക്ക് പിടിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം ഇത് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം കുറച്ച് തന്നെ വെച്ചിട്ട് അതിന് കുക്ക് ചെയ്തെടുക്കും. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഫ്രൈ ചെയ്യുന്നത്, നിങ്ങൾ ആദ്യമായിട്ടാണ് കിച്ചണിൽ കയറി ഇങ്ങനെ ഒരു പരീക്ഷണം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ടിപ്പാണ് ഞാൻ പറഞ്ഞത്. മസാല നമുക്ക് വേസ്റ്റായി പോവാതെ ചിക്കനിൽ തന്നെ പിടിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ ചിക്കൻ നമുക്ക് അടച്ചു വെച്ച് 3 മിനിറ്റോളം കുക്ക് ചെയ്യണം. ഇത് 3 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ അടപ്പ് തുറന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ വെള്ളം ഇറങ്ങിയതിന് ശേഷം ചിക്കൻ മറിച്ചിടരുത്. മറിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഭാഗത്ത് മസാല പിടിക്കില്ല. അപ്പോൾ ചിക്കൻ ആ ഇരിക്കുന്ന ഭാഗത്തുനിന്ന് ജസ്റ്റ് ഒന്ന് അനക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. പിന്നെ വെള്ളം വറ്റി തുടങ്ങുമ്പോഴേക്കും നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി. അതിൻ്റെ മസാലകളൊന്നും നമുക്ക് വേസ്റ്റായി പോയിട്ടില്ല. അതിൻ്റെ ചിക്കനിൽ തന്നെ അത് കോട്ടായിട്ടുണ്ട്. നന്നായിട്ട് നമുക്കിത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ ചിക്കൻ പീസുകളെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഇതിനുള്ള ഗ്രേവി റെഡിയാക്കി എടുക്കണം. എൻ്റെ ക്യാമറ ഇടയ്ക്ക് ഓഫായിപ്പോയി, ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഞാനിവിടെ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് കുക്കിംഗ് ഓയിൽ 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ബട്ടർ എടുത്തിട്ടുണ്ട് 1 ടേബിൾ സ്പൂൺ. പിന്നെ ജീരകം എടുത്തിട്ടുണ്ട് 1 ടീസ്പൂൺ. പെരുംജീരകം അല്ല കേട്ടോ, മറ്റേ നല്ല ജീരകമാണ് എടുത്തേക്കുന്നത്. പിന്നെ സ്റ്റാർ അനൈസ് ഞാൻ പകുതി ആയിട്ട് ഒടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ഇഞ്ച് സിനമനും കൂടെ ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വരുന്ന ഒരു അനിയനും കൂടി ഞാൻ റഫ്ലി ചോപ്പ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 7 ടല്ലി വെളുത്തുള്ളിയും അതുപോലെ 1/2 ഇഞ്ച് വരുന്ന ഒരു ജിഞ്ചറുമാണ് ഞാൻ അതിൽ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതെല്ലാം നമ്മൾ റഫ്ലി ചോപ്പ് ചെയ്താണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി ഞാൻ ഇവിടെ ചേർക്കുന്നത് 2 റഫ്ലി ചോപ്പ് ചെയ്ത പഴുത്ത തക്കാളിയാണ്. അപ്പോൾ നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ ഗ്രേവിക്ക് നല്ല കളറ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം ഞാനിവിടെ ഒരു ചെറിയ ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം ഒരു 15 കാഷ്യൂ നട്ട്സ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് കുക്കായി കിട്ടും. തക്കാളി സോഫ്റ്റായി വരുന്നവരെ നമ്മളിതൊന്ന് വഴറ്റി എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ കുക്കായിരിക്കുകയാണ്. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെറുതായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതായത് അതേ കടായിൽ ഞാൻ കുറച്ചുകൂടെ കുക്കിംഗ് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇവിടെ ഞാൻ കശ്മീരി റെഡ് ചില്ലിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഞാനൊരു 3 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട്
മൂത്തതിന് ശേഷം ഈ നമ്മൾ അരച്ചു വെച്ചേക്കുന്ന പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ റെഡ് ചില്ലി പൗഡർ ഞാൻ നേരത്തെ ഇട്ടതിന് കാരണം എന്ന് പറയുന്നത് ഇതിന് ഒരു നല്ല കളറ് കിട്ടും. ഈ എണ്ണയിലേക്ക് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല കളറ് നമ്മുടെ ഗ്രേവിക്ക് കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഇവിടെ ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മൂത്ത് വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്. ഇത് നമ്മുടെ ഗ്രേവിക്ക് ചെറിയൊരു മധുരം ടേസ്റ്റ് തരും. അതിനുശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ നല്ല ഹെവി ക്രീമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് കസൂരി മെത്തിയാണ്. കസൂരി മെത്തി എന്ന് പറഞ്ഞാൽ ഉലുവയുടെ ഇലയാണ്. അപ്പോൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് കയ്യിൽ നമ്മളിങ്ങനെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസിൽ പെടും ഈ ഒരു ഇല. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കനും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ ഗ്രേവിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് ജസ്റ്റ് സെപ്പറേറ്റ് ആവാൻ തുടങ്ങും. അതുവരെ നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇത്രയും തിക്കായിരിക്കും. ഞാൻ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരത്തേക്ക് ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.